കിട്ടുന്ന വലിയ തൗഫീഖാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിപൂർണമായും അംഗീകരിച്ച്, അവിടുത്തെ ബഹുമാനിച്ച്, അവിടുത്തെ ആദരിച്ച്, അവിടുത്തെ വാക്കുകളെ മുഴുവനും സ്വീകരിച്ച്, അവിടുത്തെ വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ അതിനോടൊരു പുച്ഛഭാവമോ നീരസമോ പ്രകടിപ്പിക്കാതെ, ഏതുപോലെ അല്ലാഹു തആല പറഞ്ഞതുപോലെ വിശ്വാസിയായ പുരുഷനാണോ, വിശ്വാസിയായ ഒരു സ്ത്രീയാണോ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യത്തോടും അവരുടെ മനസ്സുകളിൽ അല്പം പോലും നീരസമുണ്ടാവുകയില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തിൽ തന്നെ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കാതിരിക്കാൻ ഒരു വിശ്വാസിയായ പുരുഷനോ സ്ത്രീക്കോ കഴിയൂല. ഒരു മുഅ്മിനായ പുരുഷനാവട്ടെ മുഅ്മിനത്തായ സ്ത്രീ ആവട്ടെ, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ഒരു തീരുമാനം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യത്തിൽ പിന്നെ ഇഷ്ടങ്ങൾക്ക് അവിടെ വിലയില്ല. ഒരു തെരഞ്ഞെടുക്കാം, വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം എന്ന ഒരു ഓപ്ഷൻ, ഒരു തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഇല്ല. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും ആര് ധിക്കാരം കാണിക്കുന്നുവോ അവൻ വ്യക്തമായ വഴികേടാണ് വഴിപിഴച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളിതൊക്കെ കേവലം കേട്ടാൽ പോരെ, നമ്മുടെ മനസ്സുകളിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, അത് ശിരസാ വഹിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. മനസ്സിൽ ഒരു നീരസമോ വിഷമോ വെറുപ്പോ പരിഹാസമോ പുച്ഛമോ വില കുറഞ്ഞു കാണലോ ഒന്നും പ്രവാചക വചനങ്ങളോട് നമുക്കുണ്ടാകുവാൻ പാടില്ല. വളരെ കൃത്യമായി അള്ളാഹു നമ്മെ അറിയിച്ചിരിക്കുകയാണ്. ഇനി അതിനൊന്നും ഞങ്ങളെ കിട്ടുകയില്ല എന്നാണോ? അതാണ് അള്ളാഹു പറയുന്നത്, ഫൈൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്മാറുകയാണെങ്കിലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്താണ് ഫൈന്നമാ അലൈഹി? അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ എന്തു മാത്രമേ ബാധ്യതയുള്ളൂ? മാ ഹുമ്മില, അവിടുത്തേക്ക് എന്തൊക്കെ അള്ളാഹു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടോ, അവിടുന്ന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയുണ്ടോ അതുമാത്രമേ അവിടുത്തെ മേൽ ബാധ്യതയുള്ളൂ. എന്താണ് പറയുന്നത്? എന്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ ഉത്തരവാദിത്തം അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്? എന്താണ്? അവിടുത്തോട് അള്ളാഹുവിന്റെ കൽപ്പന മിനത്തബ്ലീഗി വൽ ബയാനി വദ്ദഅവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. എന്താ ഉത്തരവാദിത്തം? നബിയെ, നിങ്ങൾ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്നും മറച്ചു വെക്കാതെ കൃത്യമായി എത്തിച്ചു കൊടുക്കണം. അത് ജനങ്ങൾക്ക് അവർക്ക് മനസ്സിലാകാത്തത് വിവരിച്ചു കൊടുക്കണം. അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. ഇതൊക്കെയാണ് അള്ളാന്റെ റസൂല് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തം. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ മാഇദ 67-ാമത്തെ ആയത്തിൽ ഈ ഉത്തരവാദിത്തം നബി തങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് നോക്കൂ. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക വഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. ഓ റസൂലേ, അല്ലാഹു പറയാണ്, ഓ റസൂലേ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, താങ്കളുടെ യജമാനനായ റബ്ബിങ്കൽ നിന്ന് താങ്കൾക്ക് എന്തൊക്കെ അവതരിപ്പിക്കപ്പെട്ട് തന്നിട്ടുണ്ടോ, എന്തൊക്കെ ജനങ്ങളോട് പറയണമെന്ന് താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, അതൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നബിയെ, എല്ലാം എത്തിച്ചു കൊടുക്കണം. വഇല്ലം തഫ്അൽ, താങ്കൾ അപ്രകാരം ചെയ്തിട്ടില്ലെങ്കിൽ ഫമാ ബല്ലഗ്ത റിസാലതഹു, അല്ലാഹുവിന്റെ ദൗത്യത്തെ താങ്കൾ എന്ത് ചെയ്തിട്ടില്ല? എത്തിച്ചു കൊടുത്തിട്ടില്ലാത്തയാളായി മാറും. അതുകൊണ്ട് ആ ഡ്യൂട്ടി താങ്കൾ നിർവഹിക്കണം എന്ന് അള്ളാഹിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച കാര്യമാണ്. മാത്രമല്ല, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, താങ്കളുടെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക, താങ്കളുടെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് താങ്കൾ ക്ഷണിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ മനസ്സിലാക്കണം, ഈ ആയത്തിന്റെ വിശദീകരണ പറയുന്നത്. ഏത്? നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ
ഇവിടെ ആർക്കാണ് അതുകൊണ്ട് ഛേദം? ആർക്കാ അതുകൊണ്ട് പ്രശ്നം വരിക? അള്ളാഹിന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിക്കാണ്ടോ? അള്ളാഹിന്റെ റസൂലിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള കാര്യം എത്രയേ ഉള്ളൂ. അതാണ് അള്ളാഹ് പറയുന്നത്, നിങ്ങൾ പിന്മാറുകളയുകയാണെങ്കിൽ ഫൈന്നമാ അലൈഹി, തീർച്ചയായും ആ നബിയുടെ മേൽ എത്രമാത്രമേയുള്ളൂ, മാഹുമ്മില, ആ നബി ഏൽപ്പിക്കപ്പെട്ട ചുമതല എന്താണോ അത് മാത്രമേ അവിടുത്തേക്ക് ബാധകമാവുകയുള്ളൂ. അതെന്താണാ നമ്മൾ പറയുന്നത്? എന്ത്? അത്തബ്ലീഗു വൽ ബയാനു വദ്ദഅവ, ജനങ്ങൾക്ക് സത്യം എത്തിച്ചു കൊടുക്കുക, അത് വിവരിച്ചു കൊടുക്കുക, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അത് മാത്രമേ അവിടുത്തേക്ക് ഉത്തരവാദിത്തമുള്ളൂ. അത് മാത്രമേ അവിടുത്തേക്ക് ഉത്തരവാദിത്തമുള്ളൂ. അതേ അവസരത്തിൽ വഅലൈക്കും മാ ഹുമ്മിൽതും, നിങ്ങളുടെ മേലുള്ള ബാധ്യത എന്താണ്? മാ ഹുമ്മിൽതും, നിങ്ങളോട് ചുമതലപ്പെടുത്തപ്പെട്ട കാര്യമെന്തോ അത് നിങ്ങൾക്കും ബാധകമായിരിക്കും. എന്താ നിങ്ങളോട് ചുമതലപ്പെടുത്തപ്പെട്ടത്? അല്ലെങ്കിൽ നമ്മൾ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ബാധ്യത എന്താണ്? അതും നമ്മൾ മനസ്സിലാക്കണം. അതെന്താ? ത്വാഅതഹു വത്തിബാഅഹു, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് എത്തിച്ചു തരുന്ന കാര്യങ്ങളെ മുഴുവനായും നമ്മൾ എന്ത് ചെയ്യുക? അനുസരിക്കുക. അച്ചടക്കത്തോടെ അത് അനുസരിക്കുക, അതിനെ പിൻപറ്റുക. അതിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ നമുക്കാണ് അതിൻ്റെ എല്ലാ തകരാറും. അള്ളാഹിന്റെ റസൂലിന് ഒന്നും സംഭവിക്കാനില്ല. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തേക്ക് യാതൊന്നും വരാനില്ല. തുടർന്നുകൊണ്ട് പറയുന്നത് നോക്കൂ, വഇൻ തുതീഊഹു, നിങ്ങൾ ആ നബിയെ അനുസരിക്കുന്ന പക്ഷം തഹ്തദൂ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉത്തരവാദിത്തം എന്താണ്? ആ നബിയെ അനുസരിക്കലാണ്. അങ്ങനെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം. അള്ളാഹിന്റെ റസൂലിന് വമാ അലർ റസൂലി, ആയത്തിന്റെ അവസാന ഭാഗം, വമാ അലർ റസൂൽ, റസൂലിന്റെ മേലില്ല, റസൂലിന്റെ മേൽ ഒരു ബാധ്യതയുമില്ല, എന്തല്ലാതെ ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ പ്രബോധനമല്ലാതെ വേറെ ഒരു ബാധ്യതയുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. അവിടുത്തേക്ക് അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്ത ഡ്യൂട്ടി അവിടുന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് കൃത്യമായി ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി അവിടുന്നത് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഹജ്ജത്തുൽ വദാഇന്റെ അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജ് നടന്നല്ലോ. അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് നിർവഹിച്ച ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്, ആ പ്രസിദ്ധമായ വിടവാങ്ങൽ ഹജ്ജ്. ആ ഹജ്ജിൽ ലക്ഷത്തോളം വരുന്ന തൻ്റെ അനുചരന്മാരെ, സ്വഹാബാ കിറാമിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവിടുന്ന് ചോദിക്കുകയാണ്. അവിടുന്ന് അവിടെ വെച്ചുകൊണ്ട് ഈ ദൗത്യം അവിടുന്ന് നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് സമൂഹത്തെ സാക്ഷി നിർത്താൻ പോവുകയാണ്. ആ ഹജ്ജത്തുൽ വദാഇലെ പുരുഷാരത്തെ, ആ ജനസഞ്ചയത്തെ നോക്കിക്കൊണ്ട് അവിടുന്ന് സംസാരിക്കുന്നു. വഅൻതും മസ്ഊലൂന അന്നി, ജനങ്ങളെ, നിങ്ങൾ നാളെ മഹ്ശറിൽ എന്നെക്കുറിച്ച് ചോദിക്കപ്പെടുന്നവരാണ്. ഞാൻ നിങ്ങൾക്ക് സത്യം എത്തിച്ചു തന്നോ ഇല്ലയോ എന്ന് നിങ്ങളോട് നാളെ പരലോകത്ത് വെച്ച് ചോദിക്കപ്പെടുമ്പോൾ ഫമാ അൻതും ഖായിലൂൻ, നിങ്ങൾ എന്താണ് മറുപടി പറയുക? നിങ്ങൾ എന്താണ് മറുപടി പറയുക ആ ചോദ്യത്തിന്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം കേട്ടപ്പോൾ സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ഖാലൂ നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹത. അല്ലാഹുവിന്റെ റസൂലിനോട് അവർ മറുപടി പറയാണ്, ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഖദ് ബല്ലഗ്ത, അങ്ങ് എത്തിച്ചിട്ടുണ്ട്, എത്തിച്ചു തരേണ്ടത് മുഴുവനും എത്തിച്ചു തന്നിട്ടുണ്ട്. വഅദ്ദൈത, അങ്ങയെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് കൃത്യമായി അങ്ങ് നിർവഹിച്ചിട്ടുണ്ട്. വനസഹത, അങ്ങ് കൃത്യമായി തന്നെ വളരെ ഗുണകാംക്ഷയോടെ കാര്യങ്ങൾ വിവരിച്ചു തന്നിട്ടുണ്ട്. സഹാബത്തിന്റെ മറുപടി കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് പിന്നെ ജനങ്ങളുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് പറയാണ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. അല്ലാഹുവേ, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ് എന്നിങ്ങനെ അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
വികാരനിർഭരമായ ആ സമയത്ത് അവിടുന്ന് ദാ പ്രഖ്യാപിക്കുന്നു. കണ്ടോ, അവിടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഡ്യൂട്ടി അവിടുന്ന് കൃത്യമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. അതിൽ